ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. ഇന്ത്യൻ ചലച്ചിത്ര നടനും ഗായകനും ഇന്റർനെറ്റിലെ യൂട്യൂബ് വഴി പ്രചരിച്ച ഏതാനും ഗാനങ്ങളിലൂടെ സെലിബ്രിറ്റിയുമായ വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. 2011 മലയാളികൾക്കിടയിൽ അഭൂതപൂർവവും വ്യത്യസ്തവുമായ പ്രസിദ്ധി സമ്പാദിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2011 കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിന് ഏറെ പ്രചാരം ലഭിച്ചിരുന്നു. ഇടയ്ക്കിടെ വന്ന് പല കാര്യത്തിലും സന്തോഷ് നിലപാട് വ്യക്തമാക്കാറുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ എന്തെല്ലാം മാറ്റങ്ങളും പദ്ധതികളും കൊണ്ടുവരുമെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുകയാണ്. മുഖ്യമന്ത്രി പോയിട്ടൊരു വാർഡ് മെമ്പർ പോലും ആകാൻ സാധ്യതയില്ലെന്നറിയാം ും ഒരു സ്വപ്നം എഴുതിയതാണെന്നും സന്തോഷ് പറയുന്നു. മദ്യനിരോധനം, സ്കൂൾ കോളേജുകളിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും, ജയിലുകളിൽ നോൺവെജ് ഭക്ഷണങ്ങൾ നിർത്തലാക്കും, മലപ്പുറം ജില്ലയെ വിഭജിച്ച തിരൂർ, മഞ്ചേരി എന്നിങ്ങനെ 2 ജില്ലകളാക്കും, ഭിക്ഷാടന നിരോധനം, ലഹരി മാഫിയെ പൂട്ടാൻ പോലീസിന് ഫുൾ ഫ്രീഡം, വിദ്യാഭ്യാസമുള്ളവരെ മാത്രം വിദ്യാഭ്യാസ മന്ത്രിയാക്കും തുടങ്ങി നിരവധി കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് സന്തോഷിന്റെ വാക്കുകൾ. ഉടനെ മദ്യം നിരോധിക്കും, ലോട്ടറി തുടരും, സ്കൂളിലും കോളേജിലും രാഷ്ട്രീയം അവസാനിപ്പിക്കും, 1,50,000 കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം 1.5 ലക്ഷമായി നിജപ്പെടുത്തും, ജയിലിൽ ചിക്കൻ, മട്ടൻ, ബീഫ്, മീനടക്കം നോൺ വെജ് അവസാനിപ്പിക്കും, വെജ് ഭക്ഷണം മാത്രം കൊടുക്കും. ഇപ്പോൾ ജയിലിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന 640 രൂപ, 500 രൂപ കൂലിയൊക്കെ അവസാനിപ്പിക്കും. ആരെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ കിടന്നാൽ അവരുടെ ഭക്ഷണ ചെലവ് അവരുടെ വീട്ടുകാർ സർക്കാരിന് ഓരോ മാസവും തരണം എന്ന് നിയമം കൊണ്ടുവരും. അല്ലെങ്കിൽ കുറ്റവാളികളുടെ ബാങ്കിൽ നിന്ന് എടുക്കും. പുതിയ സംരംഭകർക്ക് അധികം നിയമ നൂലാമാല ഇല്ലാതെ പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ സഹായിക്കും. ഇത് സംബന്ധിച്ച് ഒരു 100 ഓഫീസുകളിൽ നിന്നും NOC വാങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കും. ഇതോടെ കേരളം ബിസിനസ് ഫ്രണ്ട്ലി ആകും. അങ്ങനെ കേരളത്തിന് ഒരു ഇമേജ് വന്നാൽ പരമാവധി വിദേശ രാജ്യങ്ങളിൽ പോയി സർക്കാർ ഫണ്ട് നശിപ്പിക്കാതെ തന്നെ വിദേശ നിക്ഷേപം കേരളത്തിൽ എത്തിക്കുവാൻ സാധിക്കും. മലപ്പുറം ജില്ല വിഭജിക്കും, തിരൂർ, മഞ്ചേരി എന്നീ പേരുകളിൽ പുതിയ ജില്ലകളാകും. പുതിയൊരു ജില്ലാ പഞ്ചായത്ത് വരുന്നതോടെ 300 കോടിയുടെ അധിക വികസനം അവിടെ നടക്കും.